ഹലോ ഗായ്സ്, നമ്മള് പാടത്ത് മണിക്ക് പോകാൻ പോവാണ്. കുറച്ച് ചെടികള് നമ്മൾ നടാൻ പോവാണ്. ഇപ്പൊ നമ്മൾ മരങ്ങൾ നട്ടുപിടിക്കണം. മരങ്ങൾ നട്ടുപിടിച്ചാൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കെങ്കിലും അത് ഉപകാരപ്പെടും. മരങ്ങൾ നമുക്ക് വായുവും ഭക്ഷണവും ജലവും തരുന്നു. ജലം തരില്ല, ജലം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞാൻ കർഷകനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുണ്ടാണ് ചുറ്റിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഞാൻ പാടം കണ്ടിട്ട്. അപ്പം നമുക്ക് പാടം കാണാം കേട്ടോ, പാടത്തിൻ്റെ വഴി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ വഴി. നമ്മുടെ മാമൻ്റെ ഒക്കെ പാടാണ്. 5 പാടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ 5 പാടുണ്ട്. അങ്ങനെ ഓരോ പാടത്തിനും ഓരോ പേരുണ്ട് ഞങ്ങളുടെ അവിടെ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. അയ്യോ, നമ്മുടെ വഴിക്കൊരു കുരുങ്ങ് പോലെ ഒരു തെങ്ങ് വെച്ചിക്കണം. ഇവനെ വെട്ടാം. നമ്മളപ്പോൾ കുനിഞ്ഞു പോകണം. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പോവാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം സമയക്കുറവും മടിയും കാരണം പൂവല് കുറവാ. അല്ലെങ്കിൽ ഞാനും കർഷകനായനെ. ഇന്ന് വളരെ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പാടത്തേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കാണാം അവിടത്തെ ചെന്ന്. കണ്ട വഴിയൊക്കെ നമ്മൾ നോക്കി നടക്കണം. ഓരോ സ്റ്റെപ്പും നമ്മൾ അടക്കി വെക്കണം. ഇത് വേറെ ഞങ്ങളുടെ സൈഡിൽ കൂടെ പുഴ പൂണ പോലത്തെ ചാലി. ഫ്രണ്ടിൽ തന്നെ വെറുതെ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഒന്നും മിണ്ടില്ല തിണ്ടി. എന്തോന്നടേ ചാടി നിൽക്കുക, നല്ല ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അയ്യോ എത്തി ഗായ്സ്, ഇതാണ് നമ്മുടെ പറമ്പ്. ഓടിടാൻ പറ്റുന്നു. ഓ, ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. കുറെ നാളായി, ഒരു 3-4 കൊല്ലായി. കഴിഞ്ഞ കൊറോണ കാലത്ത് കണ്ടതാണ് മര്യാദയ്ക്ക് ഒരു പറമ്പ്. ചക്ക ഇതൊക്കെ ഇവന്റെയും പിന്നെ അച്ഛമ്മയുടെയും അച്ചാച്ചടൊക്കെ കഷ്ടപ്പാടാണ്. പിന്നെ മാമനൊക്കെ വന്ന് ഇടയ്ക്ക് വയ്ക്കും. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കോളിഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഒക്കെ, കേബേജ് ഒക്കെ ഓർഗാനിക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ വിൽക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുക. അല്ല, DM വരിക. ഇത് വഴുതനങ്ങ. ഇതാണ് മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. ഇത് ക്യാരറ്റ്. അയ്യോ, ക്യാരറ്റ് കാണുന്നു ഗൈസ്. ക്യാരറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് കാണുന്നത്. അത് ക്യാരറ്റാന്ന് ഇവൻ പറയുന്നു. വലുതായിട്ടില്ല. സൂര്യൻ നമ്മളെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാറി നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാം. പിന്നെ ഇവിടെ ഓരോന്ന് ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടണം. ഓരോ ചെടികൾക്ക് ചവിട്ടിന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൽ വിട്ട് വരും. അപ്പോൾ നമ്മൾ സൂക്ഷ്മയോടെ ഈ സാധനമാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇവിടെയൊക്കെ മുമ്പ് ഞങ്ങൾ വാഴയൊക്കെ നടാറുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കൃഷി നടും. മറ്റേ നെൽകൃഷിയൊക്കെ നടാറുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊന്നുമില്ല, നെൽകൃഷിയൊക്കെ കഴിഞ്ഞു. അച്ചമ്മയ്ക്കൊക്കെ വയ്യ. ഇത് കണ്ടോ, ഇവിടെ 2 കിണറുണ്ട് നമുക്ക്. ഇത് ഞാൻ കുത്തിയ കിണറാട്ടോ. ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പണ്ട്. ഞാനിങ്ങനെ അടിക്കൊക്കെ പോയിട്ട് വെള്ളമൊക്കെ എടുത്തൊക്കെ കുത്തി കിണറാ. ഇത് തെങ്ങ് കണ്ട. ഇത് എന്ത് ചെടിയാണോ മരമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരെ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മളപ്പോൾ മരം നടാൻ കുഴി കുത്തണം ആദ്യം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് കൈക്കോട്ടാണ്. നല്ല ഷാർപ്പ് കൈക്കോട്ട് വേണം ഫസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് സ്ഥലം. അല്ലാണ്ട് വല്ലതിൻ്റെ പറമ്പിൽ നടാൻ പാടില്ല, നമ്മുടെ പറമ്പിൽ നടണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അധ്വാനം, പിന്നെ പണിയാനുള്ള മനസ്സ്, പിന്നെ ഒരു വീഡിയോഗ്രാഫർ വേണം ഇതൊക്കെ വീഡിയോ എടുക്കാൻ. അപ്പോൾ വീഡിയോഗ്രാഫറായി ഞാനും
പണിയാൻ എൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കാനൊന്നും പാടില്ല. കണ്ട, പണിയെടുക്കാൻ ആള് നമ്മൾ മനസ്സ് വേണം. എന്ത് പണിക്കൊരു മനസ്സ് വേണം. കർഷകനാണോ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ പണിയുക, പൈസ ഉണ്ടാക്കുക, സന്തോഷത്തിലൂടെ നേടാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ട്. അവർക്ക് അത് ആ മനസ്സിന് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സന്തോഷം. അതിന് നമ്മൾ വരണം, നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണം. അല്ലാണ്ട് വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇനി വല്ല ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ മണ്ണിലേക്ക് ഇറങ്ങും. ഇത് ഇറങ്ങാത്തവരുടെ കാര്യമായിട്ട് ഞാൻ പറയണേ. ഇറങ്ങുന്നവർ അവിടെ തന്നെ നിന്നോളൂ. അപ്പം അടുത്ത മരത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരു സ്ഥലം നോക്കണം. നമ്മളൊരു മരം നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. വെള്ളം കിട്ടുമോ നോക്കണം, പിന്നെ വെളിച്ചം, വായു സഞ്ചാരം, പിന്നെ അവിടെ മണ്ണിരയുടെ സാന്നിധ്യം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുഴി കുത്തുമ്പോൾ അധികം വലിയ കുഴിയൊന്നും കുത്താൻ പാടില്ല, ഒരു മീഡിയം. പിന്നെ നമ്മുടെ പ്ലാനിനനുസരിച്ച് നമ്മൾ കുഴി കുത്തണം. ഉണ്ടോ ഇത്രയൊക്കെ ഒരു കണക്കുണ്ട് അവർക്ക്. കർഷകർക്കൊക്കെ നല്ല കണക്കാണ്. അവർ കോലിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി വീണ്ടും നമ്മൾ കൈനോട്ടം ചെയ്ത പോലെ തന്നെ കുറച്ച് വളമിടും, പിന്നെ കുറച്ച് മണ്ണിടും, പിന്നെ നമ്മൾ പ്ലാന്റ് വയ്ക്കും. നമ്മളപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് വെക്കാൻ പോവാണ്. അത് തന്നെ ഒരു കുഴി നിൽക്കണം നമ്മൾ ഹൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വളമിടാം. വളം വീട്ടിലുണ്ടാക്കിയ വളമാണ്, പച്ചക്കറി വേസ്റ്റും ചാണകം കൂടിയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു പാടത്തോന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കാം. പക്ഷേ ആദ്യം വന്നത് നമ്മളെ പണിയാണ്. അപ്പോൾ നമ്മൾ ആയാസം പോലെ ഓരോ പണിയും ചെയ്യാം. ഇതുണ്ട് വട്ടിട്ടത് വെള്ളം സ്റ്റോറാവാൻ വേണ്ടിയിട്ട് വട്ടത്തിൽ നമ്മളിങ്ങനെ മണ്ണ് കോരി ഇടുന്നു. വേണ്ട കണ്ടു. അതെ, പിന്നെ വാഴ. പിന്നെ ഇത് നമ്മൾ കത്തിച്ചിട്ട് ഈ ഇതിലത്തെ കത്തിച്ച ആ ചാരം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് പോലത്തെ വളമായി നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ചെടി നടുമ്പോൾ നട്ടാൽ മാത്രം പോരാ, നമുക്കതിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസ്, വാട്ടർ, വെള്ളം, ഇതൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളപ്പോൾ പണി കഴിഞ്ഞ് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴിക്കോടാണ് പോവുക. അവിടെ കണ്ട തെങ്ങിൻ്റെ അവിടെ പൊല്ലി പൂട്ടാന്നൊക്കെ പറയാം. പിന്നെ വാഴ. അപ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്, ഈ ഡബ്ബയിലായിരുന്നു നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുക. ചേട്ടൻ വന്നൊരു കാര്യം പറഞ്ഞു, മോട്ടർ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പിട്ടു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാറുണ്ട്, മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കാണ്ട് നമ്മൾ വാൽട്യൂബിൽ പുട്ടുവാൽവിൽ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മുടെ കിണർ. പഴയ കിണറാ. അപ്പോൾ നമുക്ക് വാൽട്യൂബ് പൊക്കാം. വാൽട്യൂബ് ഒന്നുമില്ല, വേറെന്തോ ഒരു പേരാ. ഇതിനെന്ത് പറയാ? മോട്ടറിനെ എന്തോ ഒരു ഇത് പറയും. പൈപ്പല്ല, അച്ചാച്ച പറയുന്നിട്ടുണ്ട്. ഇത് ആ ചോപ്പ് സാധനത്തിന് നമ്മൾ എന്തോ പറയും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാൻ ഞാൻ ആ വീഡിയോഗ്രാഫറെ പോകണം, കാരണം അല്ലാണ്ട് ആരും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടിയിൽ കിടക്കണം. എന്നിട്ട് നമ്മൾ മോട്ടർ ഇടണം. നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് ഇപ്പം നമുക്ക് നോക്കാം. മോട്ടർ ഇടൂ നോക്കട്ടെ. കണ്ടോ, നമ്മൾ മോട്ടർ ഇടുമ്പോൾ ഇത് പ്രഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ വരാ. നമ്മൾ ഇങ്ങനെ മോട്ടർ ഇടണം. നമ്മൾ സക്സസ് ആയി, കാരണം ഞാൻ തൊട്ടതൊന്നും പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ പാടത്ത് ഫോട്ടോടിക്കണ സാധനമാണ് അവസാനം. ഇതേ വാഴ. ഇത് വാഴയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഏത് വാഴയാ?
പൂവൻ വാഴയാണ്. പൂവനുള്ള കാരണമാണ് ഇതിന് പൂവൻ വാഴ എന്ന് പറയണത്. ഇത് തെങ്ങ്. അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിക്കണതാണ് അടുത്ത പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. കണ്ട നല്ല പ്രകൃതി ഭംഗിയായ ദൈവമുണ്ട് ഗൈസ്. ഇപ്പം അല്ലെങ്കിൽ ചത്തുപോയനെ ഒരു സാരം വീണു അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു പാടം വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്.